ഇപ്പൊ നമ്മുടെ റീസെന്റ് ഒരുപാട് വീഡിയോസിൽ പല സ്റ്റുഡൻസും അല്ലെങ്കിൽ പല യങ്സ്റ്റേഴ്സും മൈഗ്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടില്ല എന്നൊരു തോട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിലൊരു യങ്സ്റ്റർ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും തോന്നുന്നുണ്ട്? മൈഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ വലുതാവട്ടെ ചെറുതാവട്ടെ എല്ലാ ബിസിനസ്സുകാരും ഓൺലൈനിലേക്ക് ആ ഒരു മോഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. കോസ്മെറ്റോളജിക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ പുറത്തു പോകാതെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ നാട്ടിൽ തന്നെ ആവശ്യത്തിന് റിസോഴ്സസ് ഉണ്ട്, നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ കാര്യങ്ങളും ടേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ ഡിജിറ്റൽ യുഗം ആയാലും ഇപ്പോൾ തന്നെ ഗ്രാഫിക് ഡിസൈനിങ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെയുള്ള മേഖലകളാണ് ഇപ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്ങിനാണെങ്കിലും ജനറേറ്റ് ചെയ്തെടുക്കുന്ന ഇമേജസും അതൊക്കെ പ്രോപ്പർലി യൂസ് ചെയ്യുന്ന ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് ചുറ്റിലുണ്ട്, നമ്മളത് തിരിച്ചറിയുന്നില്ല. എവിടെയാണ് നിങ്ങൾ പഠിക്കുന്ന? എവിടെയാണ്? ഞാൻ ലീഡിലുള്ള ഞാൻ ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ആണ് ചെയ്തത്. ലീഡ് ചൂസ് ചെയ്യാൻ കാരണം നമുക്കിപ്പോൾ പ്രാക്ടിക്കലായിട്ടാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. റൂമിൻ്റെ ഉള്ളിലിരുന്ന് റെക്കോർഡഡ് ക്ലാസ് അല്ലാത്ത ലൈവ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഈ ഓൾറെഡി ഗ്രാഫിക് ഡിസൈനിങ് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ലീഡിലോട് കണ്ടു. അപ്പോൾ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നി. കുറച്ച് മെമ്പേഴ്സ് ഉള്ളൂ, അപ്പോൾ നമുക്ക് ആ മെമ്പേഴ്സിനെ എല്ലാവരും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി നല്ല ഡെവലപ്പായിട്ട് പഠിക്കാനും പറ്റുന്നുണ്ട്. ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുന്നതുകൊണ്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഏജൻസി ആയിട്ടുള്ള കമ്പനീസിൽ വർക്ക് ചെയ്യാൻ പറ്റും, ഫ്രീലാൻസിംഗ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ബ്രാൻഡിന്റെ അണ്ടറിൽ നമുക്ക് ഇൻഹൗസ് ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും.